ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നീണ്ടയൊരു യാത്രയോട് കൂടിയാണ് ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങിയത്. വേറെ എവിടേക്കുമല്ല, കൊല്ലത്തൊരു പ്ലേസിലേക്കാണ് ഞാനിന്ന് പോയത്. എന്തായാലും പോയതല്ലേ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാമെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഫാമിലിയും എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരന്മാരുടെ ഫാമിലിയായിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോയത്. എന്തായാലും പോണ വഴിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. റോഡ് മുഴുവൻ മൊത്തവും കട്ടറും അതൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ബസ് അത്യാവശ്യം കുലുങ്ങിയാണ് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി എല്ലാം കഴിച്ച്, രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. എല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറേ ദൂരം പാട്ടും ഒക്കെ കേട്ട് പോയപ്പോൾ നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. രാവിലെ ഒരു 6:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഹോട്ടലിലൊക്കെ കയറി. പിന്നെ കുറേ ദൂരം നമ്മൾ പാട്ടൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. എന്നാലും ഈ കട്ടറൊക്കെ കാരണം ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കുറേ ദൂരമൊക്കെ ആയപ്പം ഭയങ്കര ബോറിംഗ് ഒക്കെ ആയി തുടങ്ങി. പിന്നെ അത് അവിടെ വരെ എത്തണ വരെ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് ശാന്തമാക്കി. അപ്പോൾ വളരെ എക്സൈറ്റഡാണ് ഞാൻ. ആദ്യമായിട്ടാണ് ആ പ്ലേസിൽ പോകുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ കുറേ മലനിരകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു. അങ്ങോട്ട് പോകുന്തോറും ഫോറസ്റ്റ് ഏരിയ പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല ഏരിയ പോലെ തോന്നി. കുറേ കൃഷിയിടവും അവൊക്കെ ഉണ്ട്. അപ്പം ഇടയ്ക്ക് വെച്ച് ബോട്ടിൻ്റെ എന്തോ ഒരു കാര്യം പറഞ്ഞ് എല്ലാവരും കൂടെ സംസാരിക്കാൻ പോയി. അപ്പം നിർത്തി. ബോട്ടിനാണെങ്കിൽ 3 മണിക്കൂറത്തേക്ക് നല്ല പൈസയാവും. 3 മണിക്കൂറാണ് ബോട്ട് സഞ്ചാരം. നല്ല പൈസ ആവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മളൊന്നും പോയില്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനും പോയില്ല. നേരെ ഓടി വന്ന് ബസ്സിൽ കയറി. പിന്നെ അവിടെ നിന്ന് മൺട്രോ തുരുത്തിലോട്ട് കുറച്ച് ദൂരവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് കാണാനായിട്ട് പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല സ്ഥലമായിരുന്നു. ഏകദേശം നമ്മളിപ്പോൾ പോവാതിരുന്ന സ്ഥലം ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. ആ വ്യൂ ഒക്കെ നല്ലൊരു വ്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ചിലവഴിക്കാൻ പറ്റി. അപ്പോൾ എവിടെയെങ്കിലും ബസ് ഒതുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബസ് ഒതുക്കി നമ്മളെല്ലാം അവിടെ ഇറങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ബോട്ടും എല്ലാം കാണാനും സൈഡിൽ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല ഒരു വ്യൂ ഉണ്ട്. ആ പുഴയും എല്ലാം കൂടെ കാണുമ്പോൾ ഒരു വൈബ് വ്യൂ ആയിരിക്കും. എന്തായാലും നിങ്ങൾ മൺട്രോ തുരുത്ത് വരെ പോയി നോക്കണം. പക്ഷേ പോയിട്ട് ആ ബോട്ടിലൊന്നും കയറി ഇരുന്ന് കളയരുത്. ബോട്ടിൽ ഇരുന്നാൽ 1000 രൂപ ഫൈനെന്നാണ് അവർ പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിച്ചില്ല അവർ. പിന്നെ അവിടെ കുറേ നേരം ചിലവഴിച്ചു. ഓരോരുത്തർ ബോട്ട് ഓട്ടിക്കുന്നതൊക്കെ കണ്ടു. ആ ബോട്ട് ഓട്ടിക്കണതിന് നല്ല പൈസ ആവുമെന്ന് പറഞ്ഞു. ഒന്ന് കറങ്ങി വരാനാണ്, അതിന് തന്നെ നല്ല വിലയുണ്ട്. അപ്പം ഓരോരുത്തർ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ ബോട്ട് ഓട്ടിച്ചത് ഇതിൽ കാണും പോലെ തന്നെ എല്ലാവരും പാലത്തിൻ്റെ അടിയിൽ കൂടെ ബോട്ട് ഓടിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് വരുന്നത്. എന്തായാലും എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. പിന്നെ എല്ലാവരും അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങി. അവിടെ നിന്ന് പോവാൻ തോന്നിയില്ല എനിക്ക്, പക്ഷേ പോയല്ലേ പറ്റൂ എന്ന് വിചാരിച്ച് അടുത്ത പ്ലേസിലോട്ട് പോകണം, സമയവും ഇല്ലെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. അവസാനം നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണാം എവിടെയെന്ന്. ശാമ്പ്രാണിക്കൊടിയിലാണ്. അവിടെ ഇഷ്ടംപോലെ ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ശാമ്പ്രാണിക്കൊടി പ്ലേസിലോട്ട് അങ്ങോട്ട് പോകാൻ ആരംഭിച്ചു. എല്ലാവരും വെള്ളത്തിലിറങ്ങുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഉൾപ്പെടെ. അങ്ങനെ അവസാനം ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നമുക്ക് വലിയ പരിചയമില്ല, അവിടെ ആരും പോയിട്ടില്ല ഇതുവരെ. അപ്പം നമ്മൾ അവിടെ ആദ്യം കുറച്ച് സെർച്ചൊക്കെ ചെയ്തു. ഈ നമ്മൾ നിൽക്കുന്ന പ്ലേസിൻ്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ നേരെയുള്ളൊരു ബ്രിഡ്ജിലാണ് നമ്മൾ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ സംസാരിച്ച് കുറേ നേരം നിന്ന് അങ്ങനെ കുറച്ച് സമയം പോയി. അവിടെയാണ് എല്ലാവരും ഇറക്കുന്നത്. 1 മണിക്കൂർ സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെയിലായതുകൊണ്ട് തന്നെ ഒരു സംഭവം പോലെ കെട്ടിയിട്ടിട്ടുണ്ട്, റെസ്റ്റിംഗ് പ്ലേസ് പോലെ. അങ്ങനെ അവിടെ കയറി അവിടെ ഇരുന്നപ്പോൾ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ അവസാനം ഈ ബ്രിഡ്ജാണ് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത്.
അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ നിൽക്കണം, അവിടെ നിന്നാലേ ബോട്ട് വരുള്ളൂ. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഒരു ബോട്ട് കിട്ടി. നമ്മളെല്ലാവരും ആ ബോട്ടിനകത്ത് കയറി. ബോട്ടിൽ കയറുന്നതിൻ്റെ ഒരു സുഖം വേറെ എന്തെല്ലാം കിട്ടിയാലും കിട്ടില്ല. അതൊരു ഒരു എന്താ പറയുക, ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണത്. കൂടാതെ നല്ലപോലെ നമുക്ക് ആസ്വദിക്കാനും ഒരുപാട് കാര്യങ്ങൾ കാണാനും നമുക്ക് സാധിച്ചു ഇതിൽ. അപ്പോൾ എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ ഇതൊന്ന് ആസ്വദിക്കണം, അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടൊരു സാറ്റിസ്ഫൈ ആവാത്ത പോലെ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ 4 ഫാമിലി ഉണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ 2 ബോട്ടിലായിട്ടേ പോകാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് തന്നെ 2 ബോട്ടിലായിട്ടാണ് കയറിയത്. പിന്നെ ബോട്ട് നേരെ ഡയറക്റ്റായിട്ട് പോവില്ല, ഒന്ന് കറങ്ങിയൊക്കെ പോവുള്ളൂ. അത് വേവിനനുസരിച്ച് അവർ പോവുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ ദൂരം ഇരുന്ന് ഏകദേശം അതിൻ്റെ അടുത്തെത്താറായപ്പോഴാണ് എക്സൈറ്റ്മെൻറ്റ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോട്ടിലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി, എടുത്തങ്ങ് ചാടിയാൽ മതിയെന്ന് വരെ ആലോചിച്ചു. അതിൻ്റെ അടുത്തെത്തിയപ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നി. അങ്ങനെ കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളെ കൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇറക്കി. ഇഷ്ടംപോലെ തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ചെരുപ്പ് സൈഡിൽ ഒതുക്കി വെച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങി. എൻ്റെ ഈശ്വരാ, അത് കണ്ടപ്പോൾ എന്താണെന്തോ ആഹ്ലാദം കൂടിയെന്ന് തോന്നുന്നു. കിടന്ന് ഓടാനൊക്കെ തോന്നി. ഓടാനേ പറ്റൂല വെള്ളത്തിൽ. പാൻറ്റും എല്ലാം പൊക്കി വെച്ച് ഞാൻ ഇറങ്ങി. സത്യം പറഞ്ഞാൽ അവിടെ നോക്കി ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ചാല മാർക്കറ്റെന്ന്. അപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്തിനാ എപ്പോഴും ചാലയിൽ പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ പിന്നെ വിട്ടു. ഇനി ഇരുന്ന ചമ്മുന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. ഇത് ആസ്വദിക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഫോണും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു എല്ലാം കൂടെ വന്ന് വീഴുമെന്ന്. പക്ഷെ എന്തോ ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല. ഞാൻ പിന്നെ ഇതും തൂക്കി നടക്കുമ്പോൾ അതും ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നു. ഫോൺ കൊണ്ടുപോകാൻ വേണം, വീഡിയോ എടുക്കാൻ വേണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്. എന്തായാലും നിങ്ങളെ കാണിക്കണമെന്നുള്ളൊരു ഡെഡിക്കേഷൻ മൂലം ഞാനത് വീഡിയോ എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. കുറച്ച് റിസ്ക്കാണ്, എന്നാലും ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചെന്ന് മാങ്ങയൊക്കെ തിന്നു. മാങ്ങ തിന്നപ്പോഴൊരു പേടിയുണ്ടായിരുന്നു. ആ പേടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ പോയപ്പോഴും, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉപ്പിലിട്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും കഴിക്കാൻ പോയില്ല. പിന്നെ മരിച്ചിനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് മരത്തിൽ കയറി ഇരിക്കുന്നത്. അതിവിടെയും അതുപോലെ തന്നെ നടന്നു. ഞാൻ മരത്തിൽ കയറി ഇരുന്നു. ചെറിയ പേടിയുണ്ടായിരുന്നു ഒടിഞ്ഞ് വീഴുമെന്ന്. എൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഐ ലവ് ശാമ്പ്രാണിക്കൊടി അതൊക്കെ ഫോട്ടോ അങ്ങ് എടുത്തു വെച്ചു. എന്തെങ്കിലും സ്റ്റോറിയെങ്കിലും ഇടേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചു. പിന്നെ എത്രയും രൂപ കൊടുത്ത് ബോട്ടിൽ തോണിയിൽ നമുക്ക് പോകാൻ സാധിക്കും. അത് ഒരു 8 കിലോമീറ്റർ, 50 രൂപ കൊടുത്ത 8 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ദൂരോട്ട് പോകും. നമ്മൾ 50 രൂപ കൊടുത്തുകൊണ്ട് 8 കിലോമീറ്റർ പോയി. ഇത് വെള്ളത്തിൻ്റെ കണക്കാണ് പറയണത്. എന്നുവെച്ചാൽ ഇതിലുള്ള കായലിലുള്ള വേഗതയാണ് പറയുന്നത് 8 കിലോമീറ്റർ എന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാനും അതിനെക്കുറിച്ച് ചോദിക്കാനും അങ്ങോട്ട് ആ വഴിക്ക് പോയില്ല ഞാൻ. പിന്നെ കുറേ നേരം ബോട്ടിൽ ഇരുന്നു. അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു. അമ്മയും അനിയത്തിയും വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ടിൽ പോയിട്ട് വരാം. ജാക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിലൊക്കെ പോയി തിരിച്ചു വന്ന് മരിച്ചിനിയൊക്കെ കഴിച്ചു. മരിച്ചിനിയും കക്ക റോസ്റ്റ് എന്നെന്തോ പറഞ്ഞൊരു സംഭവമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കക്ക കഴിക്കാൻ നിന്നില്ല. നമ്മളാരും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ച് കഴിക്കാൻ നിന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഏകദേശം നല്ല സമയമായി. എല്ലാവരും ഫുഡിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് കൊല്ലം ബീച്ചിലെത്തി. കൊല്ലം ബീച്ചിൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിലും ഒരു ഫുഡും ഇല്ല. അങ്ങനെ നമ്മളെല്ലാം ഫുഡിന് വേണ്ടി തിരച്ചിൽ നടത്തി. ഒടുവിൽ കുറേ കടകൾ ഇറങ്ങി കയറി അവസാനം ഒരു കടയിലെത്തി. അവിടെ ചോദിച്ചപ്പോഴാണ് അവിടെ ഒരു ഫുഡും ഇല്ലെന്ന് വിചാരിച്ച് വേറൊരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒരു സമാധാനം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ചിലവഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരാനിറങ്ങി. ഏകദേശം നല്ല സമയമായി വീട്ടിലോട്ട് എത്തിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.